ഓക്കെ, സോ സ്മാർട്ട് ഫോൺസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വർഷമായിരുന്നു 2023. അതായത് പതിവ് പോലെ വലിയ മുട്ടൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് നമ്മൾ ഈ വർഷവും കണ്ടു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ബ്രാൻഡിന്റെ ഫോൺ ഇറങ്ങി. ബാക്കിൽ വൈറ്റ് ലൈറ്റ് തൊട്ട് RGB ലൈറ്റ് കത്തുന്ന ഫോൺസ് നമ്മൾ ഈ വർഷം കണ്ടു. വെറും 50,000 രൂപയ്ക്ക് ചില ഫ്ലിപ്പ് ഫോൺസും ഈ വർഷം ഇറങ്ങി. ടെമ്പറേച്ചർ സെൻസർ ഉള്ള ഫോൺസ് നമ്മൾ കണ്ടു. എന്തിനേറെ Type-C പോർട്ട് ഉള്ള ഐഫോൺസും ഈ വർഷം ഇറങ്ങി. ഓക്കെ, സോ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഇയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇറങ്ങിയ എന്റെ ചില ഫേവറേറ്റ് ബെസ്റ്റ് ഫോൺസിന്റെ ലിസ്റ്റ് ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അവാർഡ് 2023 എന്ന ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഫസ്റ്റ് കാറ്റഗറി ആണ് ബെസ്റ്റ് ഇന്ത്യൻ സ്മാർട്ട് ഫോൺ. അതാണ് ലാവ അഗ്നി 2. സാധാരണ രീതിയിൽ ഈ ഇന്ത്യൻ ബ്രാൻഡുകൾ ഈ 12-10 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇരുന്ന് കളിക്കുന്നത്. പക്ഷേ 20,000 റുപ്പീസിന്റെ താഴെ മറ്റൊരു കമ്പനിയും, ഷൗമി ആണെങ്കിലും റിയൽമി ആണെങ്കിലും ഇൻഫിനിക്സ് ആണെങ്കിലും മറ്റൊരു കമ്പനി തരാത്ത തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് ഈ ഫോണിൽ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി ഫ്രാങ്ക്ലി വിശ്വസിച്ചില്ല. പക്ഷേ ഈ ഫോൺ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അതായത് ഇങ്ങനത്തെ ഒരു ഫോൺ വരുന്നുണ്ട് മാർക്കറ്റിൽ. തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ഫോൺ ആയിരുന്നില്ല. അൺബോക്സിംഗ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ ജസ്റ്റ് ഓക്കെ, കൈൻഡ് ഓഫ് ഓക്കെ ആയിരുന്നു. പക്ഷെ അവർ ആ ബഗ്സ് ഒക്കെ പിന്നീട് ശരിയാക്കി. ഓക്കെ, 20,000 റുപ്പീസിൽ കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ, പ്രീമിയം ഡിസൈൻ, ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഫാസ്റ്റ് ചാർജിങ്, ഇതൊക്കെ തരുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഷൗമി, റിയൽമി, വൺ പ്ലസ് ഈ പറഞ്ഞ ബ്രാൻഡുകളുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് നോക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഇന്ത്യൻ ഫോൺ തീർച്ചയായിട്ടും ലാവ അഗ്നി 2 ആണ്. നെക്സ്റ്റ് കാറ്റഗറി ആണ് ബെസ്റ്റ് ബഡ്ജറ്റ് ഗെയിമിംഗ് ഫോൺ. എന്നെ ഞെട്ടിച്ച ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഫോൺ തന്നത്. അതാണ് ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് GT 10 Pro. ഞാൻ പണ്ടൊക്കെ ഇൻഫിനിക്സിന്റെ ഫോൺസ് റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നിർത്തി. കാരണം അവരുടെ ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും എനിക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷേ ഈ GT 10 Pro എന്ന ഫോൺ ഇൻഫിനിക്സ് വളരെ നല്ലോണമാണ് ഓപ്റ്റിമൈസ് ചെയ്തത്. പ്രത്യേകിച്ചും ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 18,000 രൂപയ്ക്കാണ് ഇറങ്ങിയത്. ആ പ്രൈസിൽ 90 FPS അവർ തരുന്നുണ്ടായിരുന്നു BGMI. തീർച്ചയായിട്ടും ആ പ്രൈസിൽ ഞാൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്റ്റേബിൾ 90 FPS പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈസിലി 75-80 FPS കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു FPS മീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആമോലെഡ് ഡിസ്പ്ലേ, ഡയമൻസിറ്റി 8050 ചിപ്സെറ്റ്, 108 മെഗാ പിക്സലിന്റെ ക്യാമറ, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓവറോൾ നല്ലൊരു പാക്കേജ് ആയിരുന്നു. പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്ത കാര്യം തീർച്ചയായിട്ടും ഈ ഒരു ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആയിരുന്നു. സോ ഗുഡ് ജോബ് ഇൻഫിനിക്സ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ. സി വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉണ്ടാവുമല്ലോ. 10,000, 20,000, 13, ഈവൻ ഫ്ലാഗ്ഷിപ്പിൽ വരെ നമുക്ക് വേണമെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ഫോണിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും സ്പെസിഫിക്കേഷൻസ് ആണെങ്കിലും ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ഫോർ മണി ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അത് എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തു. ആ ഫോണാണ് പോക്കോയുടെ പോക്കോ F5. ആക്ച്വലി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പോക്കോ എന്ന ബ്രാൻഡിന്റെ ഒരു തിരിച്ചു വരവ് എന്ന് പറയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പോക്കോ എന്ന ബ്രാൻഡിനെ ക്രിട്ടിസൈസ് ചെയ്തതാണ്. മദർ ബോർഡ് ഇഷ്യൂ ആണെങ്കിലും ക്യാമറ അടിച്ചു പോകുന്ന ഇഷ്യൂ ആണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണെങ്കിലും ഇതെല്ലാം പോക്കോ എന്ന ബ്രാൻഡ് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് തോന്നുന്നു പോക്കോ X3 Proന് അവർ എക്സ്റ്റൻഡഡ് വാറണ്ടി കൊടുത്തു. 6 month എക്സ്റ്റൻഡഡ് വാറണ്ടി. പോക്കോ F4 എന്ന ഫോണിന്റെ കൂടെ 2 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പോക്കോ F5ന്റെ കൂടെയും 2 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും പോക്കോ എന്ന ബ്രാൻഡ് ട്രൈ ചെയ്യുന്നുണ്ട്. Qualcomm Snapdragon 7+ Gen 2 ചിപ്സെറ്റ് ആണ് പോക്കോ ഈ ഒരു ഫോണിൽ തന്നത്. നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അതും 25,000 റുപ്പീസിൽ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്ന് തോന്നും. യെസ്, ക്യാമറ പെർഫോമൻസ് ജസ്റ്റ് ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ചും സെൽഫി ക്യാമറ ഒക്കെ എനിക്ക് വളരെ ആവറേജ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പോക്കോ F1 ശേഷം ഒരു നല്ല വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് കില്ലർ പോക്കോ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് പോക്കോ F5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫോണാണ് ദി ബെസ്റ്റ് ഓൾറൗണ്ട് മിഡ് റേഞ്ച് ഫോൺ. തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ ഫോണാണ് മോട്ടോ എഡ്ജ് 14 Neo. ഒരുപാട് കമ്പനികളുടെ മിഡ് റേഞ്ച് ഫോൺസ് ഇറങ്ങാറുണ്ട്. ഇൻഫിനിക്സ് ഉണ്ട്, റിയൽമി ഉണ്ട്, റെഡ്മി ഉണ്ട്. പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്ത ഒരു ഫോൺ തീർച്ചയായിട്ടും മോട്ടോ എഡ്ജ് 14 Neo ആണ്. അതായത് ഏറ്റവും പവർഫുൾ ഗെയിമിംഗ് ഫോൺ ആണോ? അല്ല. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ, അതായത് സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ IP68 റേറ്റിംഗ്, ബാക്കിൽ നല്ല വീഗൻ ലെതർ പ്രീമിയം ഫിനിഷ്, 144 Hz POLED ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ഡീസന്റ് ക്യാമറ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഒരു ഓവറോൾ പാക്കേജ്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അപ്പൂപ്പന് വേണ്ടിയൊക്കെ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഫോണാണ്. കാരണം ഈ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, ഒരു ഫോൺ വാങ്ങിക്കുമ്പം ഡിലീറ്റ്, ഹൈഡ്, ഡിലീറ്റ്, ബ്ലോക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്ലീൻ എക്സ്പീരിയൻസ് ആണ് മോട്ടോറോള തരുന്നത്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു മോട്ടോ എഡ്ജ് 14 Neo. നെക്സ്റ്റ് ആണ് ദി ബെസ്റ്റ് കംബാക്ക് ഫോൺ, അല്ലെങ്കിൽ ദി ബെസ്റ്റ് കംബാക്ക് ബ്രാൻഡ് എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് നമ്മുടെ സ്വന്തം വൺ പ്ലസിന്റെ OnePlus 11. ഓർമ്മയുണ്ടല്ലോ വൺ പ്ലസിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ. അതായത് OnePlus Nord 2 ഉണ്ടായിരുന്ന ആ ഒരു ബാറ്ററി ബ്ലാസ്റ്റ് ഇഷ്യൂ, OnePlus 10 Pro എന്ന ഫോൺ പപ്പടം പൊടിയുന്ന പോലെ പൊടിയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പം തന്നെ OnePlus 10T എന്ന ഫോണിൽ നിന്ന് OnePlus
കളേർഡ് സ്ലൈഡർ വരെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. OnePlus സെറ്റലായി, ഇനി ഒന്നും നോക്കണ്ട, OnePlus കഴിഞ്ഞു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു തള്ളിയ ഒരു ബ്രാൻഡാണ് OnePlus. പക്ഷെ അതിനുശേഷം നല്ലൊരു കംബാക്ക് ആണ് OnePlus നടത്തിയത്. ആ ഒരു OnePlus ഫോണാണ് നമുക്ക് തോന്നും, ഇംഗ്ലീഷിൽ പറയുമല്ലോ, സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നെക്സ്റ്റ് ഫോണാണ് ദി ബെസ്റ്റ് സർപ്രൈസ് ഫോൺ, അല്ലെങ്കിൽ ദി ബെസ്റ്റ് സർപ്രൈസ് ബ്രാൻഡ് എന്ന് പറയാൻ പറ്റും. ആ ഫോണാണ് Honor 90. ഞാൻ ആക്ച്വലി ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു Honor തിരിച്ചു വരും, പുതിയ ഫോൺ ഈ വർഷം തന്നെ ഇറക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ നല്ലൊരു ഫോണാണ് Honor ഇറക്കിയത്. Honor 90 ഈസ് റിയലി ഗുഡ് ഫോൺ. പിന്നെ ആ ഒരു വാൾനട്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിക്കുന്ന ഒരു അതൊന്നും വേണ്ടായിരുന്നു. പക്ഷേ ഫോൺ നല്ല ഫോണായിരുന്നു, നല്ല ക്യാമറ പെർഫോമൻസ്, പ്രത്യേകിച്ചും നല്ല വീഡിയോ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആ ഡിസ്പ്ലേ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയിരുന്നു, മേളിലും താഴെ നല്ല കർവ് ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ്, നല്ല ചിപ്സെറ്റും, ഓവറോൾ നല്ലൊരു പാക്കേജ് ആയിരുന്നു. യെസ്, അതിൻ്റെ പ്രൈസ് ലേശം ഓവർ പ്രൈസ്ഡ് ആയിരുന്നു തീർച്ചയായിട്ടും. 38,000 രൂപീസിലെങ്ങാണ്ടാണ് ഇറക്കിയത്. അതിനുശേഷം ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഓഫറൊക്കെ ചേർത്ത് 30,000 31,000 രൂപീസിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോണിനേക്കാളും എനിക്ക് ആക്ച്വലി ഫീൽ ആയത് ആ ഒരു സർപ്രൈസ് ആണ്, ദാറ്റ് Honor ഇസ് ബാക്ക്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു സർപ്രൈസിംഗ്ലി ഗുഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റും. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് എല്ലാത്തിലും നല്ലതാണ്, ഐഫോൺസ് ആണെങ്കിലും സാംസങ് ആണെങ്കിലും പിക്സൽ ആണെങ്കിലും. പക്ഷേ എന്നെ ഇംപ്രസ് ചെയ്തൊരു സോഫ്റ്റ്വെയർ പെർഫോമൻസ് തീർച്ചയായിട്ടും നമ്മുടെ നത്തിങ് ഫോൺ 2 ആയിരുന്നു. അറിയാലോ, നത്തിങ് ഫോൺ 1 നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ സകലമാനം ബഗ്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരു ബഗ്സിൻ്റെ ഒരു ശേഖരമായിരുന്നു നത്തിങ് ഫോൺ 1. എന്നാൽ നത്തിങ് ഫോൺ 2 ഉണ്ടല്ലോ, അവർ കണ്ടമാനം ഇമ്പ്രൂവ് ചെയ്തു. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിയത്. ആനിമേഷൻസ് ആണെങ്കിലും ആപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ഓവറോൾ നമ്മൾ ഉപയോഗിക്കുമല്ലോ ഡെയിലി ബേസിൽ. കാരണം ഞാൻ മാസങ്ങളോളം ഉപയോഗിച്ച ഒരു ഫോണാണ് നത്തിങ് ഫോൺ 2. ഇപ്പോഴും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് നത്തിങ് ഫോൺ 2. ഓക്കെ, നത്തിങ് ഫോൺ 1 ഫീച്ചേഴ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇവിടെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഒക്കെ നത്തിങ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, 45,000 രൂപീസ് എങ്ങാണ്ടായിരുന്നു. ആ പ്രൈസിൽ വರ್ತല്ലായിരുന്നു, പ്രത്യേകിച്ചും പുതിയൊരു കമ്പനിയുടെ രണ്ടാമത്തെ ഫോൺ. ഓക്കെ, പക്ഷേ ഇപ്പം ഓഫറൊക്കെ ചേർത്ത് നല്ല റേറ്റിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫോണാണ് നത്തിങ് ഫോൺ 2. ഇസ് എ റിയലി ഗുഡ് ഫോൺ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് കാറ്റഗറിയാണ് ദി ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ. ആ ഫോണാണ് ഐക്യൂടെ സ്വന്തം iQOO Neo 7 Pro. ഇംപ്രസീവ് പാക്കേജ് ആണ് തീർച്ചയായിട്ടും. ഈ ഫോൺ വന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ 32,000 രൂപീസ്. ആ പ്രൈസിൽ അൺബീറ്റബിൾ ഫീച്ചേഴ്സും അൺബീറ്റബിൾ സ്പെസിഫിക്കേഷൻസും പെർഫോമൻസുമായാണ് Neo 7 Pro വന്നത്. അതും ഗെയിമിംഗ് പെർഫോമൻസ് എടുത്തു പറയണം. 90 FPS ആദ്യമില്ലായിരുന്നു, പിന്നെ അപ്ഡേറ്റിന് ശേഷം 90 FPS വന്നു. നല്ല സ്റ്റേബിൾ 90 FPS ആണ് കിട്ടുന്നത്, നല്ല പെർഫോമൻസ് ആണ്. അതിന്റെ കൂടെ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും ഈ ഫോൺ തരുന്നുണ്ടായിരുന്നു. ഓറഞ്ച് വീഗൻ ലെതർ ഫിനിഷ് ഉള്ള ബാക്ക്. 32,000 രൂപീസിൽ എനിക്ക് തോന്നുന്നു Neo 7 Proനേക്കാളും നല്ല ഒരു വാല്യൂ ഫോർ മണി ഫ്ലാഗ്ഷിപ്പ് കില്ലർ 8+ Gen 1. അതെങ്ങനെ നമുക്ക് മറക്കാൻ പറ്റും? സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് നമുക്ക് 32 രൂപയ്ക്ക് iQOO തന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ദി ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ. സോ ഈ വർഷം എന്നെ ഇംപ്രസ് ചെയ്ത് 2 ഫോൾഡബിൾ ഫോൺസ് ആണ്. സാംസങ്ങിന്റെ സാംസങ് Z Flip 5 ആൻഡ് OnePlusന്റെ OnePlus Open. ഏതാണ് വിന്നർ അത് പറയാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആക്ച്വലി ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് സാംസങ്ങിന്റെ ഫോൾഡ് 5 ആണ്. കാരണം ഞാൻ നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ സാംസങ്ങിന്റെ വാളറ്റ്, അത് ഒരുപാട് കണ്ടിന്യൂസ് ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ സാംസങ്ങിന്റെ ഫോൾഡ് 5 ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല പ്രൈസ് 1.4 lakh 1.5 lakh റുപ്പീസ് വരുന്ന 2 ഫോൺസ് ആണ്. സോ തീർച്ചയായിട്ടും ആ ഒരു ബ്രാൻഡിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ആണെങ്കിലും അതിന്റെ സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ആണെങ്കിലും ആ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവും ആ പ്രൈസ് പോയിന്റിൽ. പക്ഷേ നിങ്ങൾ കുറച്ച് ആ പോയിന്റ് ഓഫ് വ്യൂ, OnePlusഉം അങ്ങനെ പുതിയ ബ്രാൻഡൊന്നും അല്ല, പഴയ ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ OnePlusന്റെ ഫസ്റ്റ് ഫോൾഡബിൾ ഫോണാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അമേസിംഗ് ഫസ്റ്റ് ഫോൾഡബിൾ ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും OnePlusന്റെ. ഒക്കെ നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി, നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. പിന്നെ ഓപ്പൺ ആകുമ്പോഴുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഓപ്പൺ ചെയ്യുമ്പോൾ. പിന്നെ ആക്ച്വലി ഈ ഒരു ഫോൾഡ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഒരു പ്രോപ്പർ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് ആണ് ഇതിന്റെ കവർ ഡിസ്പ്ലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പേര് ഓപ്പൺ ആണെങ്കിലും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഇങ്ങനെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഫോൾഡ് 5 ആ ഒരു പ്രോബ്ലം ഉണ്ട്, ഫ്രണ്ട് ഡിസ്പ്ലേ ആക്ച്വലി ചെറുതായതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഈ 2 ഫോൺസിന്റെയും ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഒരു ഫോൾഡബിൾ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ആ വീഡിയോ കണ്ടു നോക്കുക. നെക്സ്റ്റ് കാറ്റഗറിയാണ് ബെസ്റ്റ് AI ഫോൺ. വിന്നർ ആണ് Pixel 8 Pro. ഞാൻ ആക്ച്വലി ഈ ഒരു കാറ്റഗറി ഉണ്ടാക്കിയത് തന്നെ Pixel 8 Proനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. ഓക്കെ, എനിവേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ എല്ലായിടത്തും AI ആണ്. ആ ഒരു AI കുത്തി നിറച്ച് തന്ന ഒരു ഫോണാണ് Pixel 8 Pro. തല വെട്ടി മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള തല റീപ്ലേസ് ചെയ്യുന്ന സംഭവമാണെങ്കിലും, സ്പീച്ച് ടു ടെക്സ്റ്റ് ഫീച്ചർ ആണെങ്കിലും, മാജിക് ഇറേസർ ടൂൾ, മാജിക് എഡിറ്റർ ടൂൾ, പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ് പിക്സൽ എക്സ്പീരിയൻസ്. ഓക്കെ, പിക്സൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടായിരുന്നു. Pixel 8 Proന് ഒരു പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയാൻ പറ്റൂല. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ ആ ഒരു പവർ
സംഭവം ഉണ്ടല്ലോ, ആ ഒരു പവർ, ആ ഒരു പെർഫോമൻസ്, അത് തീർച്ചയായിട്ടും നമുക്ക് പിക്സൽ 8 Pro എന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. പക്ഷേ നിങ്ങളൊരു പിക്സൽ ഫാൻ ആണെങ്കിൽ ദ ബെസ്റ്റ് പിക്സൽ ഇപ്പോൾ ഉള്ളത് പിക്സൽ 8 Pro ആണ്. ഗൂഗിൾ 1,08,000 രൂപയ്ക്കാണ് കൊണ്ടിറക്കിയത്. ആ പ്രൈസിൽ ഞാൻ ആക്ച്വലി പിക്സൽ 8 Pro സജസ്റ്റ് ചെയ്യൂല, കാരണം വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട് മാർക്കറ്റിൽ ആ പ്രൈസിൽ. പക്ഷേ നിങ്ങൾക്ക് പിക്സലിന്റെ ബെസ്റ്റ് ഫോൺ വേണമെങ്കിൽ പിക്സൽ 8 Pro ആണ്. അതല്ല, വാല്യൂ ഫോർ മണി കോമ്പാക്ട് പിക്സൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും പിക്സൽ 8 നോക്കാം. നെക്സ്റ്റ് കാറ്റഗറിയാണ് ദി ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ. അതാണ് സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി S23. അമേസിംഗ് ഫോണാണ്. അതായത് എന്നെ തീർച്ചയായിട്ടും സർപ്രൈസ് ചെയ്തൊരു ഫോണാണ്. കാരണം S22ന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ, ക്യാമറ ഒക്കെ നൈസ് ആയിരിക്കും, സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് അല്ലേ, ഈവൻ സോഫ്റ്റ്വെയർ പെർഫോമൻസ് നൈസ് ആയിരുന്നു. പക്ഷേ S22ൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു 8 Gen 1 ചിപ്സെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ ചെറിയ സൈസും ബാറ്ററിയൊക്കെ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഹീറ്റിംഗ് ത്രോട്ട്ലിംഗ് കണ്ടമാനം ഉണ്ടായിരുന്നു S22ൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാംസങ് സോൾവ് ചെയ്തു. അതിൻ്റെ ഒരു വലിയ കാരണം ഇതിലുള്ള 8 Gen 2 ചിപ്സെറ്റ് ആണ്, പ്ലസ് സാംസങ്ങിന്റെ ഓപ്റ്റിമൈസേഷൻ ആണ്. ഓക്കെ, വളരെ നല്ലൊരു പാക്കേജ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് പാക്കേജ് ആയിരുന്നു S23. ഫ്ലാഗ്ഷിപ്പ് ക്യാമറ, ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ്, ഫ്ലാഗ്ഷിപ്പ് ബിൽഡ്, കുറഞ്ഞ പ്രൈസിലും പിന്നെ ഒരു കോമ്പാക്ട് ഫാക്ടറിൽ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു സൈസ് എന്ന് പറയുമ്പോൾ 6.1 ഇഞ്ച്, ആ സൈസിൽ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പം കിട്ടുന്ന ദി ബെസ്റ്റ് കോമ്പാക്ട് ഫോണാണ് നമ്മുടെ S23. പിന്നെ ഒരു കാര്യം, ഞാൻ ഇന്ന് മെൻഷൻ ചെയ്യുന്ന എല്ലാ ഫോൺസിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറിയാണ് ദി ബെസ്റ്റ് പവർ പാക്ഡ് ബീസ്റ്റ് ഫോൺ. ആ ഫോണായിരിക്കും തീർച്ചയായിട്ടും ആപ്പിളിന്റെ iPhone 15 Pro Max. ഇതിലുള്ള A17 Pro ചിപ്സെറ്റ് ഉണ്ടല്ലോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര പവർഫുൾ ചിപ്സെറ്റ് ആണ്. പ്രത്യേകിച്ചും ആ ഒരു GPU PS4 ഒരു ഗെയിം നമ്മൾ അതേപടി പോർട്ട് ചെയ്ത് ഇവിടെ കളിക്കാൻ പറ്റുന്നുണ്ട് വളരെ സ്മൂത്ത് ആയിട്ട്. പിന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റും, കാരണം ആപ്പിൾ അങ്ങനെ തരാറില്ല ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഒരുമിച്ച്. ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ലോഗ് ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യാമറയിൽ ആ ഒരു ഡൈനാമിക് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഐഫോൺസിൽ, അത് ഒരു പരിധി വരെ ആപ്പിൾ സോൾവ് ചെയ്തു. പിന്നെ നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോഴും പോർട്രേറ്റ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഫീച്ചർ, പുതിയ ആക്ഷൻ ബട്ടൺ, പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും, USB Type-C പോർട്ടും ഈ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓവറോൾ കിഡിലൻ പാക്കേജ് ആണ്. ഏക പ്രോബ്ലമാണ് പ്രൈസ്, അതും ഇന്ത്യയിലുള്ള പ്രൈസ് 1.6 lakh എങ്ങാണ്ടാണ്. സോ എൻ്റെ സജഷൻ ആയിരിക്കും പുറത്തുനിന്ന് വാങ്ങാൻ നോക്കുക. ക്യാഷ് ഒരു പ്രശ്നമല്ല എങ്കിൽ ദിസ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ ഫോൺ. സോ നിങ്ങൾക്ക് iOS, ആൻഡ്രോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇനി ഭാവിയിൽ നിങ്ങൾ ആപ്പിളിൻ്റെ മറ്റു പ്രൊഡക്റ്റുകൾ, വാച്ച് ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും അതൊക്കെ വാങ്ങാൻ, എയർപോഡ്സ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് ഐഫോൺ എവർ എന്നൊക്കെ പറയാൻ പറ്റും. ദി ബെസ്റ്റ് ഓൾറൗണ്ട് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഓൾറൗണ്ട് സ്മാർട്ട് ഫോൺ, അതാണ് സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി S23 Ultra. എൻ്റെ ഫേവറേറ്റ് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതും S23 Ultra ആണ്. ഓക്കെ, അതിൻ്റെ ഒരു കാരണം ഞാൻ ആൻഡ്രോയിഡ് യൂസർ ആയതുകൊണ്ടാവാം. അതായത് നിങ്ങളൊരു iOS യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് 15 Pro Max ആയിരിക്കും, അല്ലെങ്കിൽ 15 സീരീസ് ആയിരിക്കും. പക്ഷേ ഞാനൊരു ആൻഡ്രോയിഡ് യൂസർ ആയതുകൊണ്ടും എൻ്റെ ഫേവറേറ്റ് ഫോൺ, ഈ വർഷത്തെ ഫേവറേറ്റ് ഫോൺ തീർച്ചയായിട്ടും S23 Ultra ആണ്. ഓക്കെ, പ്രത്യേകിച്ചും ഡിസ്പ്ലേസ് ബ്യൂട്ടിഫുൾ. ആ ഒരു സ്ക്വയർ ഡിസ്പ്ലേ, റെക്ടാങ്കിൾ ഡിസ്പ്ലേ സെറ്റപ്പ് ഉണ്ടല്ലോ, TV പോലെ ഇരിക്കുന്ന ഡിസ്പ്ലേ, ബിൽഡ് ആണെങ്കിലും ക്യാമറാസ് ആണെങ്കിലും ഈവൻ ആ ഒരു ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും, പിന്നെ പ്രൈസ് നമ്മുടെ ഐഫോൺ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കുറവാണ്. ഓക്കെ, 1,10,000 രൂപീസിലേക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. S23 Ultra ആണോ അതോ iPhone 15 Pro Max ആണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതായത് ഇവിടെ ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, S24 Ultra വരുന്നുണ്ട്, അതിൻ്റെ അൺബോക്സിംഗ് ഉണ്ടാവും. മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, signing off. Goodbye.